ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18. സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 1. അർജുന ഉവാച. സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശിനിഷൂദന. വിവർത്തനം. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഉദ്ദേശ്യമെന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ഭാവാർത്ഥം. വാസ്തവത്തിൽ 17-ാം അധ്യായത്തിൽ ഭഗവത്ഗീത അവസാനിക്കുന്നു. മുൻ വിവരിച്ച വിഷയങ്ങളുടെ സംക്ഷിപ്തമായ ഒരനുബന്ധമത്രേ 18-ാം അധ്യായം. ഭക്തിപൂർവമായ ഭഗവത് സേവനമാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യമെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളിലും ഊന്നി പറഞ്ഞിട്ടുണ്ട്. അത്യന്ത രഹസ്യമായ ജ്ഞാനമാർഗവും അതുതന്നെയാണെന്നാണ് ഈ അധ്യായത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ഭക്തിഭരിതമായ സേവനത്തിനാണ് പ്രാമുഖ്യം നൽകിയത്. യോഗിനാമപി സർവേഷാം, എന്നെ സ്വാത്മാവിൽ തന്നെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് യോഗികളിൽ വച്ച് ശ്രേഷ്ഠൻ എന്ന്. പിന്നീടുള്ള 6 അധ്യായങ്ങളിലൂടെ വിശുദ്ധമായ ഭക്തിയുത ഭഗവത് സേവനത്തിൻ്റെ സ്വഭാവവും പ്രവർത്തന രീതിയും വിശദീകരിക്കുകയാണ്. അതിനുശേഷമുള്ള 6 അധ്യായങ്ങളിൽ ജ്ഞാനം, ത്യാഗം, ഭൗതിക ആധ്യാത്മിക പ്രകൃതികളുടെ പ്രവർത്തന രീതി, ഭക്തിയുത സേവനം എന്നിവ വിവരിക്കപ്പെടുന്നു. പരമപുരുഷനായ മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായ ഓം തത് സത് എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടു വേണം സകല കർമ്മങ്ങളും ചെയ്യുവാൻ എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് 18-ാം അധ്യായം അവസാനിക്കുന്നത്. ഈ 3-ാം ഖണ്ഡം ഭക്തിയുത ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നുമല്ല ജീവിതത്തിൻ്റെ പരമോദ്ദേശ്യമെന്ന് സ്ഥാപിക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രങ്ങളുടെയും വേദാന്ത സൂത്രങ്ങളുടെയും പൂർവികാചാര്യന്മാരുടെ വാക്കുകളുടെയും പ്രാമാണികത ഈ സിദ്ധാന്തത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേദാന്ത സൂത്രജ്ഞാനം തങ്ങളുടെ കുത്തകയാണെന്ന് കരുതുന്ന വ്യക്തിശൂന്യവാദികളുണ്ട്. വാസ്തവത്തിൽ വേദാന്ത സൂത്രം ഭക്തിപൂർവമായ സേവനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ളതാണ്. വേദാന്ത സൂത്രത്തിൻ്റെ രചയിതാവും ജ്ഞാതാവും ഭഗവാൻ തന്നെ. 15-ാം അധ്യായത്തിൽ ഇത് വെളിവാക്കിയിട്ടുണ്ട്. ഏത് ധാർമ്മിക ഗ്രന്ഥത്തിൻ്റെയും വേദത്തിൻ്റെയും ലക്ഷ്യം ഭക്തിയുത സേവനമാണ്. ഇത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിലെ പോലെ 18-ാം അധ്യായത്തിലും ഈ ഉപദേശങ്ങളുടെ സംക്ഷേപരൂപം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ത്യാഗവും ത്രിഗുണാതീതമായ ആധ്യാത്മികാവസ്ഥയിൽ എത്തിച്ചേരലുമാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശ്യമെന്ന് ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 2 വ്യത്യസ്ത വിഷയങ്ങളായ ത്യാഗം, സന്യാസം ഇവയെക്കുറിച്ചറിയാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഈ 2 വാക്കുകളുടെ അർത്ഥം ചോദിക്കുകയാണ്. ഈ ശ്ലോകത്തിൽ കൃഷ്ണനെ സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൃഷികേശ, കേശി നിഷൂദന എന്നീ 2 പേരുകൾ ശ്രദ്ധേയങ്ങളാണ്. ഹൃഷികേശൻ എന്നതിന് ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നാണ് അർത്ഥം. ഇന്ദ്രിയാധിനാഥനായ കൃഷ്ണന് മനഃശാന്തി നേടാനുള്ള യജ്ഞത്തിൽ മനുഷ്യനെ സർവദാ സഹായിക്കാൻ കഴിയും. തനിക്ക് സമനില കൈവരിക്കാനുതകുന്ന വിധത്തിൽ എല്ലാ വിഷയങ്ങളും സംക്ഷിപ്തമായി പറഞ്ഞു തരണമെന്ന് അർജുനൻ അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട്. സംശയങ്ങളെ അസുരന്മാരോട് ഉപമിക്കാറുണ്ട്. അതുകൊണ്ട് അർജുനൻ കൃഷ്ണനെ കേശി നിഷൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഭഗവാന്റെ കൈയാൽ കൊല്ലപ്പെട്ട അതിഭീകരനായ ഒരു അസുരനായിരുന്നു കേശി. ഇപ്പോൾ തൻ്റെ സംശയത്തെയും കേശിയെ എന്ന പോലെ ഭഗവാൻ നാമാവിശേഷമാക്കുമെന്നാണ് അർജുനൻ്റെ പ്രതീക്ഷ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.